നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്മൂത്തി തയ്യാറാക്കിയാലോ. പീനട്ട് ബട്ടർ ബനാന സ്മൂത്തി. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫ്രോസൺ ബനാനയാണ്. അത് 4 എടുത്തിട്ടുണ്ട്. ഇത് വലുതാണെങ്കിൽ 2 മതി. ചെറുതായതുകൊണ്ടാണ് ഞാൻ 4 എടുത്തിരിക്കുന്നത്. അത് ഫ്രോസൺ ആണ്. ഇനി വേണ്ടത് 1 കപ്പ് പാലാണ്. അത് തിളപ്പിച്ച് തണുപ്പിച്ചെടുത്ത 1 കപ്പ് പാല്. ഇനി മെയിനായിട്ട് ഇതിന് വേണ്ടത് നമ്മൾ പീനട്ട് ബട്ടർ സ്മൂത്തി അല്ലേ തയ്യാറാക്കുന്നത്. പീനട്ട് ബട്ടർ വേണം. അത് ഞാനിവിടെ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ പഞ്ചസാര, അല്പം ഐസ് ക്യൂബ്സ് ഇവിടെ ലൂസായി പോയി എങ്കിലും നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുത്ത് വയ്ക്കണം. അതിനകത്തേക്ക് ഈ പഴവും പാലും പീനട്ട് ബട്ടറും പഞ്ചസാരയും എല്ലാം കൂടെ ഇട്ട് നല്ല സ്മൂത്ത് ആകുന്നത് വരെ അടിച്ചെടുക്കണം. ഇനി അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ജ്യൂസർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് ആദ്യം പഴം ഇട്ട് കൊടുക്കണം. പഴം ഒന്ന് മുറിച്ച് ചെറിയ പീസസ് ആക്കി ഇട്ട് കൊടുക്കുക. ഇത് ഫ്രോസൺ ആണ് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പീനട്ട് ബട്ടർ ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് പീനട്ട് ബട്ടർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു കാര്യം, ഞാനിവിടെ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇനി പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് ഹണി വേണമെങ്കിലും ചേർക്കാം. ഇനി ഷുഗറിൻ്റെ ഒക്കെ പ്രോബ്ലം ഉള്ളവർക്ക് പഞ്ചസാര വേണ്ട എങ്കിൽ അതിന് പകരം നമുക്ക് ഹണി ചേർക്കാം. ഞാനിവിടെ 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഇത് കുടിക്കുന്നവർക്ക് ഷുഗറിൻ്റെ പ്രോബ്ലം ഒന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ പഞ്ചസാര ചേർത്തതേ ഉള്ളൂ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. കുറച്ചൊഴിച്ച് കൊടുത്താൽ മതി. ഇതൊന്ന് ചെറുത് അടിച്ച് കിട്ടുന്നവരെ, അത് സ്മൂത്ത് ആകുന്നവരെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിനകത്തേക്ക് 2-3 ഐസ് ക്യൂബ്സ് കൂടി ഇട്ട് കൊടുക്കുക. മതി, അത്രയും മതി. ഇനി ഇത് നല്ല സ്മൂത്തായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. പീനട്ട് ബട്ടർ ബനാന സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനത് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണ്. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ